നമസ്കാരം സർ. കഴിഞ്ഞ ദിവസം രാത്രിയിൽ കൊച്ചിയിൽ നിന്ന് 1/2 കിലോ MDMA ആയിട്ട് ഒരു യുവാവ് പിടിയിലാവുകയുണ്ടായി. യുവാവിന്റെ പേര് മുഹമ്മദ് നിഷാദ് എന്നാണ്. കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ലഹരിയുമായി ആളുകൾ പിടിയിലാവുന്നു, ലഹരി ഉപയോഗം വർദ്ധിക്കുന്നു, കേരള ഈ MDMA ഒരു ബിഗ് മാർക്കറ്റായി മാറുന്നു എന്നൊക്കെയുള്ളത്. എന്റെ ചോദ്യം എന്ന് പറയുന്നത്, ഒരു ഒരു ടൈപ്പ് ഓഫ് ആളുകൾ, ഒരു 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 പ്രത്യേക ഒരു കമ്മ്യൂണിറ്റിയെ പ്രതിനിധാനം ചെയ്യുന്ന പേരുകളാണ് പൊതുവെ ഉയർന്നു കേൾക്കുന്നത്, ഈ പിടിയിലാകുന്നവരെ. അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ അത്തരമൊരു ഞാൻ പറഞ്ഞ ഈ ഒരു പ്രസ്താവന എത്രത്തോളം ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം ഈ ഒരു ആംഗിളിൽ ചോദിക്കാൻ ഉള്ള ഒരു അവസരം ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ അതിനുള്ള അനുവാദം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം അനുവാദം തന്നത് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉള്ള അതിൻ്റെ ഭാഗമായിട്ട് നിലകൊള്ളുന്ന KT ജലീലാണ് അത് നമുക്ക് അനുവാദം തന്നിരിക്കുന്നത്. ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളിത് ചോദിച്ചാൽ ഉടനെ അത് മുസ്ലിം വിരുദ്ധ ആണ് എന്ന് പറയുകയും ഈ ചോദ്യം ചോദിച്ച ആളുകളെ ക്രൂശിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. ഈ വിഷയം അഡ്രസ്സ് ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പോൾ KT ജലീലിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കിതിൻ്റെ വശങ്ങൾ പറയാവുന്നതേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം, അങ്ങനെ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങളായിട്ടുള്ള കുട്ടികൾ ആളുകൾ ഇതിനകത്ത് ഇടപെടുന്നു, അല്ലെങ്കിൽ ഇതിനകത്ത് പ്രതികളാകുന്നുണ്ട് എന്നത് KT ജലീൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു വാചകമാണ്. അതിൻ്റെ തെളിവുകൾ എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് ലഭ്യമൊന്നുമല്ല. കാരണം അങ്ങനെ മതം വേർതിരിച്ചുകൊണ്ട് ക്രൈം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതി നമ്മുടെ സംസ്ഥാനത്തോ രാജ്യത്തോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇദ്ദേഹം പറഞ്ഞത് പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം KT ജലീൽ പറയുന്നതിന് മുന്നേ തന്നെ നമ്മളിത് പറഞ്ഞിട്ടുള്ള കാര്യം. കാരണം നമ്മൾ ഈ എക്സ് മുസ്ലിങ്ങൾ എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ ഈ മതം എന്തുകൊണ്ട് കള്ളക്കടത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നത് നമ്മൾ ചർച്ചയാക്കാറുണ്ട്. ഇസ്ലാം എന്ന് പറയുന്ന മതം കള്ളക്കടത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മതമാണ്. അത് നമുക്ക് പറയുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. കള്ളക്കടത്ത് എന്ന് പറയുന്ന ഒരു സാധനമല്ല ഇസ്ലാമിൽ ഒരു പ്രശ്നമായിട്ട് കാണുന്നത്. നിങ്ങൾ കടത്തുന്ന സാധനം ഹലാലാണോ ഹറാമാണോ എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ സ്വർണം എന്ന് പറയുന്നത് അത് ഹലാലാണ് എന്നിരിക്കെ നിങ്ങളത് എങ്ങനെ കടത്തിയാലും, കള്ളത്തരത്തിൽ കടത്തിയാലും കള്ളത്തരത്തിലല്ലാതെ കടത്തിയാലും, അത് നിങ്ങൾ മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിൽക്കാൻ വെച്ച് കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് വിൽക്കുകയും വാങ്ങിക്കുകയും ചെയ്യാം എന്ന ഫത്വ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഇന്നിപ്പോൾ ഈ മയക്കുമരുന്നിൻ്റെ കാര്യം വരുമ്പോൾ അവിടെയും കള്ളക്കടത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന രീതിയിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാട് നമ്മളവിടെ നിന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിനെ നേരിട്ട് നിരോധിക്കാൻ, അത് വിരോധിക്കാനുള്ള ഫത്വകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതികളോ ഇന്ന് മതത്തിൽ ഇല്ലാത്തതുകൊണ്ട് കള്ള് ഹറാമാക്കി എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുന്നത് പോലെ മയക്കുമരുന്നിൻ്റെ കാര്യത്തിൽ അത് പറ്റുന്നില്ല എന്ന് വരുന്നിടത്ത് ആണ് പലപ്പോഴും ഇത് ചർച്ചയായിട്ട് വരുന്നത്. എന്നാലും ഇനിയിപ്പോൾ പുതിയ ഫത്വകളൊക്കെ വന്ന് ചില പള്ളികളും മഹലുകളൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് അങ്ങനെ ഇടപെടുന്ന ആളുകളെ മഹലിൽ നിന്ന് വിലക്കും എന്നുവരെയുള്ള ചില റിപ്പോർട്ടുകളൊക്കെ കണ്ടു. നല്ല കാര്യം, അങ്ങനെയെങ്കിലും ചെയ്ത് ഇതിനൊരു അറുതി കണ്ടെത്താൻ സാധിച്ചാൽ വളരെ മികച്ച കാര്യം തന്നെയാണ് ഞാൻ പറയാനുള്ളത്. പക്ഷെ അപ്പോഴും നമ്മൾ പറയുന്നത് ഇവിടെ ഒരു പ്രത്യേക മതവിഭാഗത്തിൽ, ഇസ്ലാം മതത്തിൽ നിന്നും വന്നിട്ടുള്ള ആളുകൾ ഇതിനകത്ത് ഇടപെടുന്നു, കൂടുതലായിട്ട് പിടിക്കപ്പെടുന്നു എന്നത് ഒരു മാധ്യമത്തിലൂടെ, വാർത്തകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു യാഥാർത്ഥ്യമായിട്ട് ഇവിടെ നിലനിൽക്കുന്ന കാര്യമാണ്. ഏതൊരു ദിവസത്തെ പത്രവും തുറന്നെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമായിട്ട് മാറുന്നു. ഇനി ഇതിൽ KT ജലീൽ പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ട്. ചിലത് അതിനകത്ത് ഒരു നല്ല ചോദ്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, ചിലത് വളരെ തെറ്റായിട്ടുള്ള രീതിയിലും അതിനെ നമുക്ക് കാണാം. KT ജലീൽ പറഞ്ഞ ഒരു വാചകം അതിനകത്ത്, എന്തുകൊണ്ട് മുസ്ലിങ്ങൾ ഇത്രമാത്രം മതവിദ്യാഭ്യാസം കൊടുത്തിട്ടും എന്തുകൊണ്ട് അവർക്ക് ഈ ധാർമ്മിക മൂല്യം കിട്ടുന്നില്ല എന്നതാണ് ഒന്നാമത്തെ ഒരു ചോദ്യമായിട്ട് വെക്കുന്നത്. അതോടൊപ്പം ആൾ പറഞ്ഞു വെക്കുന്നത്, ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾക്കും ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾക്കും ഇങ്ങനെ കിട്ടുന്നില്ലല്ലോ, പക്ഷേ എന്നിട്ടും അവർ ഇതൊന്നും ഏർപ്പെടുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് ഏർപ്പെടുന്നില്ല? അപ്പോൾ അതിന് പരിഹാരമായിട്ട് ഈ ചോദ്യം ചോദിച്ചതിന് ശേഷം പറഞ്ഞു വെക്കുന്നത്, നമ്മൾ കൂടുതൽ മതം പഠിപ്പിക്കണം എന്നതാണ് അവിടെ ജലീൽ പറഞ്ഞു വെക്കുന്നത്. ഈ 2 സ്റ്റേറ്റ്മെൻറ്റുമാണ് നമ്മൾ ഇതിനകത്ത് ആദ്യം ഒന്ന് പരിശോധിക്കേണ്ടത്. അപ്പോൾ മതവിദ്യാഭ്യാസം കൊടുത്തതുകൊണ്ട് നിങ്ങൾക്ക് ധാർമ്മിക മൂല്യം കിട്ടുമെന്ന് പറയുന്നത് ഒരു പൊള്ളത്തരമാണ്. അങ്ങനെ ഒരിക്കലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല എന്നത് തന്നെ പ്രഥമ ദൃഷ്ട്യാ നമുക്കവിടെ കാണാൻ കഴിയുന്നു. അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഹിന്ദുക്കളും മറ്റു മതത്തിലുള്ള ആളുകളും ഇതിനകത്ത് തുല്യമായ പങ്കിൽ എങ്കിലും അതിനകത്ത് വരേണ്ടതായിരുന്നു. അവരില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ആളുകൾ ഇതിനകത്ത് വരുന്നു എന്നത് തന്നെ മതവിദ്യാഭ്യാസം കൊണ്ട് ഇതിനകത്ത് പ്രത്യേകിച്ച് റോളൊന്നുമില്ല എന്നുള്ളത് KT ജലീൽ തന്നെ സ്ഥാപിച്ചിരിക്കുകയാണ്. രണ്ടാമത്തത്, ഇതിന് പോംവഴിയായിട്ട് കൂടുതൽ പറഞ്ഞു കൊടുക്കുന്നത് വീണ്ടും കൂടുതൽ മതം കൊടുക്കണം എന്നാണ്. അപ്പോൾ ഓൾറെഡി അതിന് ഗുണമില്ല എന്ന് മനസ്സിലാക്കുകയും എന്നിട്ട് വീണ്ടും അതിന് പരിഹാരം കാണാൻ മേലധ്യക്ഷന്മാർ ശ്രമിക്കണം എന്ന് പറയുകയും ചെയ്യുന്നിടത്ത് KT ജലീൽ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ അവിടെ
എടുത്ത അല്ലെങ്കിൽ മുന്നോട്ട് വെച്ച ആശയം വളരെ തെറ്റായിട്ടുള്ളതാണ്. കാരണം ഒരു രാഷ്ട്രീയക്കാരൻ്റെ തൊഴിൽ അല്ലെങ്കിൽ അവൻ്റെ രീതി എന്ന് പറഞ്ഞാൽ അവൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ നിയമത്തെ രാജ്യത്തെ ഒരു മികച്ച രീതിയിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, രാജ്യത്തിൻ്റെ നിയമങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ള ഒരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ഇവിടെ അതിന് പകരം മതത്തെ കൂട്ടുപിടിക്കണം എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അവിടെയാണ് ഈ പ്രശ്നം. കെ ടി ജലീൽ പറഞ്ഞിരുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമങ്ങൾ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം ആളുകൾക്ക് കൃത്യമായ ബോധവൽക്കരണം നടത്തുകയും അതിൽ ഏർപ്പെടുന്നവരെ ശിക്ഷിക്കുന്ന ഒരു രീതി ഉണ്ടായാൽ ഇത് കൺട്രോൾ ചെയ്യാം എന്നല്ലേ സത്യത്തിൽ പറയേണ്ടിയിരുന്നത്. പക്ഷേ അതിന് പകരം മതം കൂടുതൽ കൊടുക്കണമെന്ന് പറയുന്ന ഒരു മദ്രസ അധ്യാപകൻ്റെ നിലവാരത്തിലേക്ക് കെ ടി ജലീൽ മാറി. ഇതാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു കാര്യം. ഇനി എന്തുകൊണ്ട് മുസ്ലിങ്ങൾ ഇതിനകത്ത് കൂടുതൽ വരുന്നു എന്നതിനും അദ്ദേഹം ഒരു ഉത്തരം പറയുന്നുണ്ട്. ഈ പണത്തോടുള്ള ആർത്തിയാണ് ഇതിന് ഉള്ള കാരണമെന്നാണ് അദ്ദേഹം കണ്ടെത്തിയ കാര്യം. അപ്പോൾ ആദ്യം പറഞ്ഞത് കൂടുതൽ മുസ്ലിങ്ങളാണ് ഇതിനകത്തുള്ളതെന്നും രണ്ടാമത് പറഞ്ഞു വെക്കുന്നത് ഇതിനുള്ള കാരണം പണത്തോടുള്ള ആർത്തിയാണെന്ന് പറയുമ്പോൾ രണ്ട് കാര്യമാണ് അവിടെ വരുന്നത്. ഒന്ന്, പണത്തോടുള്ള ആർത്തി എന്ന് പറയുന്ന ഒരു സാധനം, പണത്തോട് ആർത്തി നമുക്ക് വേണം, അതിലൊരു സംശയമില്ല. കാരണം അങ്ങനെ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റും. കാരണം ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് പണം തന്നെയാണ്. ആ പണം സമ്പാദിക്കാനുള്ള വഴികൾ നമ്മൾ തേടണം, അത് പരമാവധി ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം, അതിലൊന്നും ഒരു തെറ്റുമില്ല. പണത്തോടുള്ള ആർത്തി എന്ന് പറയുന്ന ഒരു തെറ്റായ രീതിയിൽ കണക്കാക്കുന്നത് അത് ഈ സോഷ്യലിസ്റ്റ് ചിന്താഗതിയാണ്, ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആഘോഷിക്കുന്നത് പട്ടിണിയാണ്. പട്ടിണി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല എന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസം ഇല്ല, സോഷ്യലിസവും ഇല്ല. പട്ടിണിയെ ആഘോഷിച്ചു കൊണ്ട് നടക്കുന്ന ഒരു ആശയമാണ് ഈ പറയുന്ന കമ്മ്യൂണിസവും സോഷ്യലിസവും എന്ന് പറയുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പണം ഉണ്ടാക്കുന്നവരെല്ലാം വലിയ കുഴപ്പക്കാരാണ് എന്നാണ് അവരുടെ ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് ഈ ഒരു അടിസ്ഥാന ബോധം വരുന്നത്. അത് നമ്മൾ ആദ്യമേ തള്ളുന്നു. പക്ഷേ നമ്മളവിടെ പറഞ്ഞു വെക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ ആർത്തി ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അതിന് മാന്യമായ വഴികൾ സ്വീകരിക്കണം, വളഞ്ഞ വഴിക്ക് പോകരുത്. കള്ളക്കടത്തിലൂടെയല്ല നിങ്ങൾ ആ ആർത്തിക്ക് ഒരു പ്രതിവിധി അല്ലെങ്കിൽ അതിനെ നിങ്ങൾ അതിനെ പൂരിപ്പിക്കേണ്ടത് അങ്ങനെയല്ല. ഈ വളഞ്ഞ വഴിയിലൂടെയല്ല, കള്ളക്കടത്ത് നടത്തിയിട്ടല്ല, മാന്യമായ വഴികൾ, ജോലി സമ്പാദിക്കുക, വിദ്യാഭ്യാസം നേടുക, ഉയർന്ന പദവികളിലേക്ക് എത്തുക, സ്വയം തൊഴിൽ കണ്ടെത്തുക, അല്ലെങ്കിൽ ഓൺടർപ്രണേഴ്സായിട്ട് മാറുക. ഇങ്ങനെ നല്ല വഴികളിലൂടെ നിങ്ങൾ ആ പണം സമ്പാദിക്കാനുള്ള വഴികൾ തേടണം. അതിന് ഏറ്റവും മിനിമം വേണ്ടത് എന്താണ്? പണത്തോടുള്ള ആർത്തി തന്നെയാണ്. അപ്പോൾ ഈ പണത്തോടുള്ള ആർത്തിയുള്ള സ്ഥലത്താണ് മികച്ച രീതിയിലുള്ള സംരംഭങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഈ പണത്തോടുള്ള ആർത്തി ഇല്ലാത്ത ആളുകൾ കൂടുതൽ ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഈ പറയുന്ന കേരളത്തിൽ ഈ ഒരു നല്ലൊരു ഇതുപോലെ ഒരു കമ്പനി സ്ഥാപിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥാപനങ്ങൾ കൊണ്ടുവരാനോ നമുക്ക് സാധിക്കാത്തത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ ആരെങ്കിലും ഒരു കമ്പനി തുടങ്ങിയാൽ അവൻ എന്തോ പണക്കൊതിയനാണ്, അവനെ നമുക്ക് ഇല്ലാതെയാക്കണം എന്നുള്ളൊരു ചിന്ത വരികയും അവൻ്റെ പിന്നാലെ വേട്ടയാട് ചെയ്യുന്നത് അതാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു ഒരു കോൾഡ് സ്റ്റോറേജുമായി ബന്ധപ്പെട്ടിട്ടൊരു പ്രവാസിയായിട്ടുള്ള ഒരാളുടെ ഒരു അനുഭവം നമ്മളിവിടെ പങ്കുവെച്ച കണ്ടാണ്. അപ്പോൾ ഈ പണത്തോടുള്ള ആർത്തി എന്ന് പറയുന്ന സാധനമാണ് ആദ്യം എടുത്തു വെക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഇത് മുസ്ലിങ്ങൾ ഇതിനകത്ത് കൂടുതൽ പങ്കെടുക്കുന്നു എന്നും പണത്തോടുള്ള ആർത്തിയാണ് ഇതിന് കാരണമെന്ന് വരുമ്പോൾ രണ്ടാമത്തെ ഒരു വിഷയം ഇതിനകത്ത് വരുന്നത് ഹിന്ദുക്കൾക്ക് പണത്തോടുള്ള ആർത്തി ഇല്ല എന്നും കൂടിയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇതും വളരെ തെറ്റായിട്ടുള്ള കാര്യമല്ലേ? അപ്പോൾ പണത്തോടുള്ള ആർത്തി എന്ന് പറയുന്ന ഒരു തെറ്റായ സംഗതിയാണെന്ന് പറയുകയും അത് ആ രൂപത്തിൽ അതിനെ പറഞ്ഞു വെക്കുകയും എന്നിട്ട് അത് ഹിന്ദുക്കൾക്ക് ഇല്ല എന്നും കൂടി ഇവിടെ പറഞ്ഞു വെക്കുമ്പോൾ സത്യത്തിൽ മുസ്ലിങ്ങളെ കൂടുതൽ കുഴപ്പത്തിലാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ മുസ്ലിം വിരുദ്ധത ഉണ്ടാക്കുന്നത് ആരാണ്? മുസ്ലിങ്ങൾക്കെതിരെയുള്ള സെൻറ്റിമെൻറ്റ്സ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ട് അവരെ കൂടുതൽ കുഴപ്പത്തിൽ ചാടിക്കുന്നത് ഇതുപോലുള്ള ഇടതുപക്ഷക്കാരും ഈ വോക്കുകളും ഒക്കെ കൂടി തന്നെയാണ്. ഈ കപട പുരോഗമനം പറയുന്ന ആളുകളാണ്. അവർക്ക് ഈ വിഷയത്തിൻ്റെ യാഥാർത്ഥ്യം അത് കണ്ടെത്താൻ കഴിയുന്നില്ല. ഇതിലെ പ്രശ്നം മതമാണ്. ഈ മതം ഇതിനെ തടയുന്നില്ല. അപ്പോൾ ധാർമ്മികത മാത്രമാണ് ഏറ്റവും മികച്ചത് എന്ന് മദ്രസകളിലൂടെ പഠിപ്പിച്ചു വെക്കുകയും ആ മതധാർമ്മികതയും പൊതുധാർമ്മികതയും മതേതരമായ ധാർമ്മികതയും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ അവർക്ക് ഏറ്റവും ആദ്യം അവർ പ്രയോറിറ്റൈസ് ചെയ്യപ്പോഴും മതധാർമ്മികതയായിട്ട് മാറുമ്പോൾ അവിടെ ചില കൊള്ളരുതായ്മകൾ മതം അനുവദിച്ചു എന്നതിൻ്റെ പേരിലോ അല്ലെങ്കിൽ അതിനെ വിരോധിച്ചില്ല എന്നതിൻ്റെ പേരിലോ അവർക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നിടത്താണ് മതം ഒരു പരാജയമായിട്ട് മാറുന്നത്. അതേപോലെ തന്നെ മതം വിരോധിച്ചതിൻ്റെ പേരിലോ അല്ലെങ്കിൽ അനുവദിച്ചില്ല എന്നതിൻ്റെ പേരിലോ ഒരു നന്മയുള്ള കാര്യം അതും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് വരുന്നിടത്താണ് ഈ മതം ഒരു പരാജയമായിട്ട് മാറുന്നത്. അപ്പോൾ തിന്മ പ്രോത്സാഹിപ്പിക്കുന്നതിലും മതത്തിന് പങ്കുണ്ട്, നന്മ വിരോധിക്കുന്നതിലും ഈ പറയുന്ന മതത്തിന് പങ്ക് വരുന്നു എന്നതും കൂടിയാണ് ജലീൽ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഈ കള്ളക്കടത്തിൻ്റെ വിഷയം വരുമ്പോൾ ഒരു മതത്തിൽപ്പെട്ട ആളുകൾ ഇതിനകത്ത് കൂടുതലായിട്ട് പങ്കെടുക്കുന്നു എന്നത് ഇതുപോലെയുള്ള പത്രവാർത്തകളിലൂടെയും രാഷ്ട്രീയക്കാരിലൂടെയും പുറത്തേക്ക് വരുന്നൊരു സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഇതിന് മുന്നേയും കള്ളക്കടത്തിൻ്റെ വിഷയത്തിൽ ഇദ്ദേഹം ഇത് തന്നെയാണ് പറഞ്ഞത്. അവിടെ നമ്മൾ കാണുന്നത് ഇപ്പോൾ താലിബാനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവരും പറയുന്നൊരു കാര്യമുണ്ട്. താലിബാൻ്റെ ഏറ്റവും വലിയ ഒരു പണം ഉണ്ടാക്കുന്ന ഒരു വഴി അത് ഈ ഓപ്പിയം കൃഷിയാണ്.
അപ്പോൾ അവരുടെ കാഴ്ചപ്പാടിൽ അവർ നോക്കുമ്പോൾ ഞങ്ങൾ ഈ പറയുന്ന കഞ്ചാവൊന്നും ഞങ്ങൾ അടിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന കറുപ്പ് ഞങ്ങൾ ഉപയോഗിക്കുന്നൊന്നുമില്ല, പക്ഷേ അത് ഞങ്ങളത് കൃഷി ചെയ്യുന്നു, ഞങ്ങളത് പുറത്തേക്ക് കയറ്റി അയക്കുന്നു, അവരതുകൊണ്ട് എന്തുണ്ടാക്കുന്നു എന്നുള്ളത് നമ്മുടെ വിഷയമല്ല എന്നാണ് ഇവർ പറയുന്നത്. പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള കള്ളക്കടത്തായാലും മയക്കുമരുന്നായാലും അതിനകത്തൊരു പ്രത്യേക മതവിഭാഗം ഉൾപ്പെടുന്നു എന്ന് ജലീലിനെ പോലുള്ള ആളുകൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തി കഴിയുമ്പോൾ അവിടെ ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷത്തെ മറികടക്കാൻ എന്ത് ചെയ്യാം എന്നുള്ളതാണ്. അതിന് പക്ഷേ ജലീൽ പറഞ്ഞ വഴിയല്ല അതിൻ്റെ വഴി, മതം കൂടുതൽ പഠിപ്പിക്കുക എന്നുള്ളതല്ല. കാരണം അത് പഠിപ്പിച്ചിട്ട് കാര്യമൊന്നും ഉണ്ടായില്ല എന്ന് ജലീൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഇങ്ങനെ ഉണ്ട് എന്ന് വന്ന സ്ഥിതിക്ക് രാജ്യത്തിൻ്റെ നിയമങ്ങൾ, നാട്ടിലെ നിയമങ്ങൾ അത് കൂടുതൽ എൻഫോഴ്സ് ചെയ്തുകൊണ്ട് ഇത്തരം ആളുകൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള വഴികളാണ് നമ്മൾ തേടേണ്ടത്. മദ്രസകളിലും അതുപോലുള്ള മേഖലകളിലും ഈ കള്ളക്കടത്ത് പോലുള്ള ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ഫത്വകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള പഠനങ്ങളോ ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും അവിടെ കണ്ടെത്തി അതിനെ നിരോധിച്ചേ പറ്റുള്ളൂ, അതിനെ കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ. അതുകൂടാതെ മറ്റ് മേഖലകളിൽ ഇതിനെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള രീതികൾ, വഴികളും അത് തുറന്നിടേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ കള്ളക്കടത്ത് എന്ന് പറയുന്നത് നിങ്ങൾ ഡീൽ ചെയ്യുന്നത് ഹലാലായിട്ടുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കടത്താം എന്നത് ഒരു പൊതു വികാരമായിട്ട് അല്ലെങ്കിൽ ഒരു പൊതുജ്ഞാനമായിട്ട് മുസ്ലിങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഒരു സംഗതിയാണ്. അത് അവിടെ മാറ്റിയെടുക്കേണ്ട ഒരു ആവശ്യകത ഇവിടെ ഉണ്ട്. അപ്പോൾ കള്ളക്കടത്തിൻ്റെ വിഷയം അങ്ങനെ നമ്മൾ പൊതുവായിട്ട് പറയുമെങ്കിൽ ഈ മയക്കുമരുന്നിൻ്റെ വിഷയം വരുന്ന സമയത്ത് അതിന് കുറച്ചും കൂടി ഗൗരവമുള്ള ഇടപെടൽ വേണ്ടി വരും. അവിടെ പ്രധാനമായിട്ട് ഇതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം അത് തന്നെയാണ് ഏറ്റവും ആദ്യം നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരിക. അല്ലാതെ മതം പറഞ്ഞിട്ട് ആയിരിക്കരുത് എന്നുള്ളതാണ് നമുക്കതിനകത്ത് പറഞ്ഞു വെക്കാനുള്ളത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ചോദ്യം അതിൽ കൂടുതൽ ഇത്തരം മതത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്നുള്ളത് മുന്നേ തന്നെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക്, ജലീലിനെ പോലുള്ള ആളുകൾ സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മളിനി അതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കേണ്ട കാര്യമില്ല. എന്നാൽ ഇനി കണക്കുകൾ കൂടി പുറത്തേക്ക് വരുന്നൊരു ഘട്ടമുണ്ടായാൽ, ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു കണക്കെടുക്കുന്ന രീതിയില്ല, പക്ഷേ ഇനി അതും നോക്കേണ്ടി വന്നാൽ അതും നോക്കിയിട്ട് അങ്ങനെ ഒരു ഇടപെടൽ കൂടുതൽ നടത്തേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ അതും ചെയ്യണം. ഇപ്പോൾ ജിഹാദി പ്രവർത്തനങ്ങളെ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ അത് മുസ്ലിങ്ങൾക്കിടയിൽ മാത്രമാണ് ജിഹാദി പ്രവർത്തനത്തിന് എതിരായിട്ടുള്ളൊരു ഡീറാഡിക്കലൈസേഷൻ പ്രോഗ്രാം നമുക്ക് വേണ്ടി വരുന്നുള്ളൂ, അതല്ലാതെ മറ്റുള്ള മതത്തിലുള്ള ആളുകൾക്ക് വേണ്ടി വരാറില്ല. എന്ന് പറഞ്ഞ മാതിരി ഇങ്ങനെ ഒരു വിഷയത്തിൽ അത് കൂടുതൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ജലീൽ പറഞ്ഞ പോലെ ഇടപെടുന്നുണ്ടെങ്കിൽ അത് പഠനവിധേയമാക്കണം. എന്നിട്ട് അതിന് വേണ്ട സ്പെഷ്യൽ പർപ്പസിലുള്ള വഴികൾ തേടിക്കൊണ്ട് അതിനെ കൺട്രോൾ ചെയ്യാനുള്ള വഴികൾ കൂടി നമ്മൾ കണ്ടെത്തേണ്ടി വരും. മതം കൂടുതൽ പഠിപ്പിച്ചുകൊണ്ടല്ല അതിനെ പരിഹരിക്കേണ്ടത് എന്നുമാണ് അവസാനമായിട്ട് പറയാനുള്ളത്. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.